വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. C++ പ്രോഗ്രാമിംഗിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. C++ലെ അഞ്ച് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണത്? ഒന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, രണ്ട് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, മൂന്ന് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ദെൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് കാണാം. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇൻപുട്ട് A, B മീൻസ് രണ്ട് നമ്പേഴ്സ് നമ്മൾ A, B എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിലേക്ക് ഇൻപുട്ട് ചെയ്തു. അതിനുശേഷം എയും ബിയും കൂടി ആഡ് ചെയ്തു. ആ റിസൾട്ട് C എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെന്താണ് ചെയ്തത്? C പ്രിന്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഫോളോ ചെയ്തിട്ടുള്ള എക്സിക്യൂഷൻ സീക്വൻസ് ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി, അങ്ങനെ പോയി. അതായത് ഒരു സീക്വൻഷ്യൽ ഓർഡറാണ്. സീക്വൻഷ്യൽ ഓർഡർ എന്ന് വെച്ചാൽ ഒരു സീരിയൽ ഓർഡറിൽ വേറെ എവിടേക്കും ഡീവിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല, തിരിഞ്ഞു പോകുന്നൊന്നുമില്ല. ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്നുള്ള ഓർഡറിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോവുകയാണ്. ഈ രീതിയിലുള്ള എക്സിക്യൂഷനെയാണ് നമ്മൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ സമയത്തും ഇങ്ങനെ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആവണമെന്നില്ല. സിമ്പിളായ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ വഴി ചെയ്യാം. പക്ഷെ പ്രോഗ്രാമിന്റെ സൈസും കോംപ്ലക്സിറ്റിയും കൂടുന്നതനുസരിച്ച് എന്ത് മാറും, ഈ രീതി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് ബ്രാഞ്ചിങ് എന്ന് പറയും. ബ്രാഞ്ചിങ് മീൻസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ വി ആർ ടേക്കിംഗ് ഡിസിഷൻസ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കും. ഇപ്പോൾ ഫ്ലോ ചാർട്ടിൽ നമ്മൾ ആ ഒരു സിമ്പിൾ നേരത്തെ മുമ്പ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്. ആ സിമ്പിൾ ഒരു റോംബസ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഈ റോംബസിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻസ് എഴുതിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താവശ്യം വരിക? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആവശ്യം വരിക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഫ്ലോ ചാർട്ട് നോക്കാം. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലോ ചാർട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് എന്തിനുള്ളതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. This flow chart is used to find the biggest among two numbers. Okay, so first the step ഒക്കെ ഇതാണ്, സെയിം തന്നെയാണ്. രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു, A, B എന്ന രണ്ട് വേരിയബിൾസിലേക്ക് അത് ഇൻപുട്ട് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം ഈ നമ്പേഴ്സിൽ ഏതാണ് വലുത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ഇവിടെ എഴുതി, A greater than B എന്നുള്ളത് എഴുതി. അപ്പോൾ ആ റിലേഷണൽ എക്സ്പ്രഷന് രണ്ട് പോസിബിൾ ആൻസേഴ്സ് ആണുള്ളത്. ഒന്ന് യെസ് അല്ലെങ്കിൽ നോ. If A greater than B is yes, then print A. A ആണ് വലുത് എന്നുള്ളത് ഇതാക്കുക, ബിഗ്ഗസ്റ്റ് നമ്പർ A ആണെന്നുള്ളത് പ്രിന്റ് ചെയ്തു. അതർവൈസ് A greater than B എന്നുള്ളത് ഫാൾസ് ആണെങ്കിൽ, നോ ആണെങ്കിൽ പ്രിന്റ് B. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സീക്വൻഷ്യലായിട്ട് വന്നൊരു എക്സിക്യൂഷൻ ആയിരുന്നു. പക്ഷെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എക്സിക്യൂഷന്റെ ഇത് മാറി, സീക്വൻസ് മാറി. അവിടെ നിന്ന് ബ്രാഞ്ച് ചെയ്തു. ബ്രാഞ്ച് ചെയ്യുക മീൻസ് രണ്ട് വഴിയായി മാറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിന്റെ പേരാണ് എന്ത്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ എക്സിക്യൂഷൻ സീക്വൻസ് ഓഫ് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സീക്വൻസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ എന്ത് വിളിക്കുക? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാം. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. They are classified into two types. Okay, control statements are classified into two types. First one is
So first one is selection or decision making statements, and the second one is iteration or looping statements. Okay, so എന്താണ് ഇത് രണ്ടും എന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വി വിൽ ബിഗിൻ വിത്ത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? These statements are used to select a course of action based on a particular condition. അതായത് ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, കഴിഞ്ഞതിൽ എഴുതിയ ഒരു കണ്ടീഷനാണ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈസ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിക്കുകയാണെങ്കിൽ there are two answers, ഏതൊക്കെയാണ്? യെസ് ഓർ നോ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിന്റെ കണ്ടീഷന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നടത്തും, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. സെലക്ടഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല, എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ട്രൂ ആണെങ്കിൽ ഇന്നത് എക്സിക്യൂട്ട് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ വേറെ ചിലത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് സെലക്ഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. There are two types of selection statements. First one is if statement. Okay, first one is if statement. Second type of statement is switch statement. ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. സെലക്ഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഏത് നോക്കാം? ഇഫ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് തന്നെ പല ഫോർമാറ്റ്സിൽ ഉപയോഗിക്കും. there are different forms of if statement. അതിൽ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ്സ്? ഒന്നാമത്തെ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോമാണ് സിമ്പിൾ ഇഫ് എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ഇഫ്. അപ്പൊ അതിന്റെ ജനറൽ സിന്റാക്സ് എങ്ങനെയാണ് വരിക നോക്കാം. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ സിന്റാക്സ്. അപ്പൊ എങ്ങനെയാണ്? ആദ്യം ഇഫ് എന്നുള്ള കീവേഡ്സ് ഓൾറെഡി പഠിച്ചാലോ, റിസർവ്ഡ് വേർഡ്സ് ആണ്. ഇഫ് എന്ന് പറയുന്ന കീവേഡ് ആദ്യം നമ്മൾ എഴുതുന്നു, സ്മോൾ ലെറ്റേഴ്സിൽ എഴുതണം. ഓക്കെ, ദെൻ ഓപ്പൺ എ പാരന്തസിസ്. പാരന്തസിസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ്സ്. ഈ പാരന്തസിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ എഴുതും. കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റിലേഷണൽ എക്സ്പ്രഷൻ. ഒരു റിലേഷണൽ എക്സ്പ്രഷൻ നമ്മളിവിടെ കണ്ടീഷൻ ആയിട്ട് എഴുതും. ഈ കണ്ടീഷൻ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? ഐദർ ഇറ്റ് ക്യാൻ ബി ട്രൂ ഓർ ഇറ്റ് ക്യാൻ ബി ഫാൾസ്. അപ്പോൾ അതിന് രണ്ട് വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യാം. ഒന്നുകിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിന് താഴെ നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടഡ് ആവും. ഓക്കെ, ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ്. അപ്പോ ഇതിന്റെ തന്നെ നമുക്ക് വേറൊരു സംശയമൊക്കെ വരും. സപ്പോസ് ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ? കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ട് വരും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇതിന് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇതിനിപ്പോ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് 1 എന്ന് കൊടുക്കാം, ഇത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് കൊടുക്കാം. സോ ഈ ഒരു ഇഫ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഈ ഇഫിന്റെ ഉള്ളിൽ വരുന്നതല്ല, അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ട്രൂ ആയാലും ഫാൾസ് ആയാലും ഇത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എങ്ങനെ വരും? ഈ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തിട്ട്, അതായത് ഇവിടുന്ന് നേരെ ഇവിടേക്ക് ജമ്പ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യില്ല. ക്ലിയർ ആയോ? ഇനി കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ? ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, ഇത് ട്രൂ ആണെങ്കിൽ ആദ്യം ഏത് വർക്ക് ചെയ്യും? ആദ്യം ഏതാ വർക്ക് ചെയ്യാം? ആദ്യം സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും, പിന്നീട് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരാം. ഓക്കെ, മനസ്സിലായോ? അപ്പോ
കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ആദ്യം വർക്ക് ചെയ്യും, പിന്നെ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യില്ല, സ്റ്റേറ്റ്മെന്റ് 1 സ്കിപ്പ് ചെയ്ത് പോകും. ഇത് സ്കിപ്പ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരും. ഇതാണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ടിലേക്ക് ഒന്ന് നോക്ക്. ഇവിടെ ആദ്യം എന്താണ്, കണ്ടീഷൻ ആദ്യം ഇവിടെ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ഇവിടെ ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ലേക്ക് വന്നു. സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ സ്റ്റോപ്പ് ചെയ്തു. നേരെ മറിച്ച് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിലോ, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ ഇങ്ങനെ വരും, സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ടഡ് ആവില്ല. ഈ സിമ്പിൾ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, വരച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ഇതിന്റെ ഫോർമാറ്റിലേക്ക് വരാം. നെക്സ്റ്റ് ഇസ് ഇഫ് എൽസ്. ഇഫ് എൽസ് എന്ന് വെച്ചാൽ ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ then perform a course of action, and if it is not true or if it is false, perform another set of action or another set of course of action or another set of statements. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നു, ഫാൾസ് ആണെങ്കിലോ വേറെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നു. ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇഫ് എൽസ് എന്ന് പറയുന്ന ഫോം. ഇതിന്റെ സിന്റാക്സ് എങ്ങനെ വരാം? If condition statement 1 else statement 2. If the condition is true, if condition is true, then statement 1 is executed. If condition is false, false ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 വരില്ല, വർക്കില്ല. നേരെ എന്ത് ചെയ്യും? എൽസ് പാർട്ടിലേക്ക് വരും. എൽസ് പാർട്ടിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നേ വർക്ക് ചെയ്യും. ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യും. ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, അപ്പോ ഇഫ് എൽസ് എന്ന് പറയുന്ന ഫോമിന്റെ ഫ്ലോ ചാർട്ട് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ടഡ് ആവും. If the condition is false, statement 2 is executed. Okay, അത് കഴിഞ്ഞാൽ രണ്ടും ഒന്നിച്ച് പിന്നെയും ഇതിലേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇനി ഇതിന്റെ താഴെ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്കായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നോക്ക്, നേരത്തെ നമ്മൾ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മളൊരു പെയർ ഓഫ് കേളി ബ്രേസസ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് എന്തിനു വേണ്ടിയാണ്? അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് വിചാരിക്കാം, കുറെ അധികം സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഗ്രൂപ്പ് ആക്കി മാറ്റണം. ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് എന്താക്കണം? വി ഹാവ് ടു എൻക്ലോസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പെയർ ഓഫ് കേളി ബ്രേസസ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ കേളി ബ്രേസസ് ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ആകെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കേളി ബ്രേസ് ഓപ്ഷണൽ ആണ്. സപ്പോസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ എന്ന് വിചാരിക്കാം, സ്റ്റേറ്റ്മെന്റ് 2 ഇല്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് കേളി ബ്രേസ് ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കേളി ബ്രേസ് ഇട്ടില്ലെങ്കിലും വർക്ക് ചെയ്യും, കുഴപ്പമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? കേളി ബ്രേസസ് നമ്മൾ ഇടണം. കേളി ബ്രേസസിന്റെ ഉള്ളിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എൻക്ലോസ് ചെയ്യണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇഫിന്റെ രണ്ട് ഫോംസ് പഠിച്ചു. ഒന്ന് സിമ്പിൾ ഇഫ് പഠിച്ചു, രണ്ടാമത്തത്
ഇഫ് എൽസ് എന്ന് പറയുന്ന ഫോം പഠിച്ചു. ഇനി മൂന്നാമത്തെ ഇഫിന്റെ ഫോമിലേക്കാണ് അടുത്തത് വരുന്നത്. മൂന്നാമത്തെ ഫോം ഏതാണ്? ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. ഈ ഫോം എപ്പോഴും ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ, സപ്പോസ് ദർ ആർ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടീഷൻസ് ടു ബി ചെക്ക്ഡ്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ല, കുറെ അധികം കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഇന്നത്, കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ ഇന്നത്, അതും അല്ലെങ്കിൽ കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ ഇന്നത്, അതും അല്ലെങ്കിൽ കണ്ടീഷൻ 4 ട്രൂ ആണെങ്കിൽ ഇന്നത്. അങ്ങനെ നമുക്ക് കുറെ അധികം പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇഫും സിമ്പിൾ ഇഫും ഉപയോഗിക്കാൻ പറ്റില്ല, ഇഫ് എൽസും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഏതിലേക്ക് പോവുക? ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഫോർമാറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സിന്റാക്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. So if there are n number of conditions to be checked, n number of conditions to be checked. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇഫ് കണ്ടീഷൻ നമ്പർ 1 ആണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് കണ്ടീഷൻ 1 is true, കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഈ എൽസ് ഇഫ് ഇതിലേക്കൊന്നും പോയില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ കണ്ടീഷൻ തന്നെ ട്രൂ ആയി വന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ടഡ് ആയി. ഓക്കെ, ഇനി കണ്ടീഷൻ 1 ട്രൂ അല്ല എന്ന് വിചാരിക്കാം, കണ്ടീഷൻ 1 is false. അങ്ങനെയാണെങ്കിൽ നേരെ എന്ത് ചെയ്തു? എൽസ് ഇഫ് കണ്ടീഷൻ 2ലേക്ക് വന്നു, കണ്ടീഷൻ 2 ടെസ്റ്റ് ചെയ്യും. കണ്ടീഷൻ 2 ടെസ്റ്റ് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ടഡ് ആവും. ഓക്കെ, അപ്പൊ പിന്നെ കണ്ടീഷൻ 3യും പിന്നെ ബാക്കി താഴെ പറയുന്ന കണ്ടീഷൻസിലേക്ക് ഒന്നും പോകില്ല. നേരെ ഈ എൽസ് ഇഫ് ലാഡറിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകും. ഇനി കണ്ടീഷൻ 2ഉം ഫാൾസ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കണ്ടീഷൻ 3 നോക്കും. കണ്ടീഷൻ 3 ട്രൂ ആണോ നോക്കും. കണ്ടീഷൻ 3 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ടഡ് ആവും. അങ്ങനെ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഓരോന്ന് ഏത് കേസുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് നോക്കും. അതായത് നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ ഈ പറയുന്ന ഏത് കണ്ടീഷനുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. പെർഫെക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് കിട്ടുന്നത് നോക്കും. ആ മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ടഡ് ആവുക. ഇനി ഒരു മാച്ചും കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് ഇത് എൽസ്. ഈ പറയുന്ന മേലെ പറയുന്ന ഒരു കണ്ടീഷൻസും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാച്ചിങ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ എൽസ് എന്ന് പറയുന്ന ലാസ്റ്റത്തെ ഇത് വർക്ക് ചെയ്യും. അതിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടഡ് ആവും. ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇസ് ക്ലിയർ? അപ്പോൾ നമ്മൾ ഇഫിന്റെ 3 ഫോംസ് ഇപ്പോൾ പഠിച്ചു. ഒന്ന് സിമ്പിൾ ഇഫ് പഠിച്ചു, 2 ഇഫ് എൽസ് പഠിച്ചു, 3 ഇഫ് എൽസ് ഇഫ് ലാഡർ പഠിച്ചു. ഇത്രയാണ് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. അതായത് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വരുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? സ്വിച്ച് എന്ന് പറയും. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് യൂസ്ഡ് ഫോർ ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇഫ് എൽസ് ഇഫ് ലാഡർ നമ്മളിപ്പോൾ ഓൾറെഡി നോക്കി. ആ ഇഫ് എൽസ് ഇഫ് ലാഡറിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇഫ് എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്.
അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഇഫ് എൽസ് ഇഫ് ലാഡർ തന്നെയാണ്. സ്വിച്ചിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സ്വിച്ചിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു switch is used to test for equality. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഇക്വാളിറ്റി മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഇതിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടു അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു വരുന്ന കണ്ടീഷൻസ് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ലെസ് ദാനോ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെങ്കിൽ ഏത് വേണം? ഇഫ് എൽസ് ഇഫ് ലാഡർ വേണം. അപ്പോൾ അതുകൊണ്ട് ഇഫ് എൽസ് ഇഫ് ലാഡർ ആണ് ഒന്നുകൂടി വേഴ്സറ്റൈൽ അല്ലെങ്കിൽ ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. പക്ഷെ സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്താണ്, ആ സിറ്റുവേഷൻസിൽ ഏറ്റവും ബെറ്റർ ഏതാണ്? സ്വിച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ സിന്റാക്സിലേക്ക് പറയാം. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ സിന്റാക്സ്. എങ്ങനെ വരുന്നത്? ആദ്യം സ്വിച്ച് എന്നുള്ള കീവേഡ്, ഇതൊരു കീവേഡാണ്. സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. ഈ കീവേഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ടു ബി കമ്പയർഡ്. നമുക്ക് കമ്പയർ ചെയ്യേണ്ട, ഈ താഴെ പറയുന്ന കേസസുമായിട്ട് കമ്പയർ ചെയ്യേണ്ട വേരിയബിളോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, യു ക്യാൻ ഐദർ ഗീവ് എ വേരിയബിൾ ഓർ എൻ എക്സ്പ്രഷൻ, ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന പോസിബിൾ കേസസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാം. അപ്പോൾ ആദ്യം കേസ് വാല്യൂ 1, അതായത് ഈ വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന വാല്യൂ, ഫസ്റ്റ് വാല്യൂ 1, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ടഡ് ആവും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേറൊരു കീവേഡും കൂടിയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡ്. ഈ ബ്രേക്ക് എന്ന് വെച്ചാൽ എന്തിനാണ് ഇവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ ഓൾറെഡി നമുക്ക് മാച്ചിങ് കിട്ടിക്കഴിഞ്ഞു അല്ലെ? മാച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇതിലേക്കും പോകേണ്ട ആവശ്യമില്ല, പിന്നെ താഴെ എഴുതിയ ഒരു കേസസിലേക്കും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്ന ഈ നമ്മൾ എഴുതിയ ഈ ബ്ലോക്കിൽ ഇത്രയും ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഈ സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി, ജമ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇത്. കീവേഡാണ് ബ്രേക്ക്. അപ്പോൾ ഈ ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് കാണുന്നതോടുകൂടി താഴെയുള്ള കേസസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട്, അതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല, സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഈ ക്ലോസിംഗ് കേളി ബ്രേസിലെ ഇതിന്റെ താഴേക്ക് വരും. ഓക്കെ, ഇനി സപ്പോസ് വേരിയബിൾ 1 ഓർ എക്സ്പ്രഷൻ, ഇവിടെ നമ്മൾ കൊടുത്ത എക്സ്പ്രഷനോ അല്ലെങ്കിൽ വേരിയബിളോ കേസ് വാല്യൂ 1 മാച്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഇവിടെ മാച്ചിങ് ഇല്ല, കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അടുത്തത് കേസ് വാല്യൂ 2 കമ്പയർ ചെയ്യും. This variable or expression is compared with case value 2. Okay, case value 2 മാച്ചിങ് കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ടഡ് ആവും. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വഴി ഈ സ്വിച്ചിൽ നിന്ന് ജമ്പ് ചെയ്ത് പുറത്തേക്ക് വരും.
അങ്ങനെ ഏത് കേസുമായിട്ടാണ് ഇതിന് മാച്ചിങ് ഉള്ളത് നോക്കിയിട്ട് ആ കേസിന്റെ താഴെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി അതിന്റെ താഴേക്ക് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സ്കിപ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ എല്ലാ കേസസും സ്കിപ്പ് ചെയ്ത് പോകും. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ജനറൽ സിന്റാക്സ്. ഓക്കെ, എല്ലാ വർഷവും ചോദ്യം വരുന്നതാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്, ആ നോട്ട്സിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഈ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചത്? ഇഫ് പഠിച്ചു, ഇഫിൻ്റെ താഴെ സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഇഫ് എൽസ് ഇഫ് ലാഡർ. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ പഠിച്ച എല്ലാ സ്റ്റേറ്റ്മെന്റ്സിന്റെയും ഓരോ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.